Hi friends, welcome back to my channel. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒട്ടുമിക്ക ആളുകളുടെ ഫോണിൽ വന്നിട്ട് ഈ ഒരു പ്രോബ്ലംസ് കാണുന്നതായിരിക്കും. അപ്പോൾ ആ പ്രോബ്ലംസിൽ സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഒത്തിരി ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻസൊക്കെ വന്നിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നായിരിക്കും കൂടുതൽ എടുക്കാറുള്ളത്. ഈ ക്രോമിലൊക്കെ പോയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് ഏറെ കുറവായിരിക്കും. എന്നാൽ ഒത്തിരി നമ്മൾ പ്ലേ സ്റ്റോർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒട്ടുമിക്ക ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗൂഗിൾ പ്ലേയിൽ നിന്നാണ് ഈ ആപ്ലിക്കേഷൻസൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ചില സമയം വന്നിട്ട് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അവിടെ മുകളിൽ എഴുതി കാണിക്കും പെൻഡിങ് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ആ സമയത്ത് എത്ര നേരം നമ്മൾ നോക്കിയിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ വന്നിട്ട് ഡൗൺലോഡ് ആവത്തില്ല. അതങ്ങനെ പെൻഡിങ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കാറുണ്ട്. അപ്പോൾ ആ ചില സമയത്ത് നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ മറ്റ് ആപ്ലിക്കേഷൻസ് ഏതെങ്കിലും ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ പുതിയതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കും. അപ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ പെൻഡിങ് പ്രോബ്ലം വരുന്നത്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടുതലുള്ള ബെല്ലൈക്കണും കൂടെ ഓളെന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് ഇനി എത്രയുണ്ടെന്നൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ സ്റ്റോറേജ് നമുക്ക് ഇനി കുറച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എടുക്കുന്ന ആപ്പിൻ്റെ MB വന്നിട്ട് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കുള്ള സ്റ്റോറേജിൻ്റെ അളവ് കുറവ് ആപ്പിൻ്റെ അളവ് കൂടുതലായിരുന്നു നമുക്ക് ആപ്ലിക്കേഷൻ എടുക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എൻ്റെ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മുടെ Gmail ID ഒരു സിമ്പൽ വന്നിട്ട് ഇവിടെ മുകളിൽ കാണുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറേ ഓപ്ഷൻസൊക്കെ നമുക്കിവിടെ കാണുന്നുണ്ട്. അതിൽ മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. എനിക്ക് വന്നിട്ട് ഇനി ഇവിടെ സ്പേസ് ഉണ്ടെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്പേസും കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. സ്പേസ് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ആപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം മൊബൈലിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അടുത്തൊരു ആപ്പിന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക എല്ലാവരും. ഇനി അടുത്ത് നിങ്ങൾ ഇത് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും മൊബൈലിൽ ഒത്തിരി സ്പേസും കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് എന്നിട്ട് ആപ്ലിക്കേഷൻ കയറുന്നില്ല. പെൻഡിങ് എന്ന് പറഞ്ഞാണ് എഴുതി കാണിക്കുന്നത്. ഇതാണ് നിങ്ങളുടെ പ്രോബ്ലം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ചെയ്ത് നോക്കുക. അടുത്ത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു ഓപ്ഷൻ അവിടെ കാണുന്നിരിക്കും. ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ നമുക്കവിടെ കാണുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മൊബൈലിലെ എല്ലാ ആപ്ലിക്കേഷനും നമുക്കവിടെ കാണാൻ സാധിക്കും. എന്നിട്ട് നമുക്കങ്ങനെ കുറച്ച് മുകളിലോട്ട് താഴോട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടെ രണ്ട് ആപ്ലിക്കേഷൻ നമുക്കിവിടെ കാണുന്നുണ്ട്. ഗൂഗിൾ പ്ലേ സർവീസ് എന്നും ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്നും പറഞ്ഞിട്ട് രണ്ട് ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഗൂഗിൾ പ്ലേ സർവീസ് എടുക്കുക. എടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്ലിയർ ക്യാച്ച് എന്നുള്ളതിൽ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്ക് അടിച്ച് വരിക. ബാക്ക് അടിച്ച് വന്നതിന് ശേഷം ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതുപോലെ തന്നെ നമുക്കിവിടെ സ്റ്റോറേജിൽ പോവാം. സ്റ്റോറേജിൽ പോയിട്ട് ക്ലിയർ ക്യാച്ച് കൊടുക്കുക, ക്ലിയർ സ്റ്റോറേജും കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ വന്നിട്ട് ഏത് ആപ്പാണ് നമുക്ക് പെൻഡിങ് ആയിട്ട് കാണിച്ചത് ആ ആപ്പ് ഒന്നും കൂടെ നിങ്ങൾ ട്രൈ ചെയ്യുക നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കുറിച്ചിട്ടുള്ള ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കമൻറ്റ് മുഖേന രേഖപ്പെടുത്താം. പിന്നെ എൻ്റെ ഇൻസ്റ്റയുടെ ID വന്നിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. വേണമെന്നുള്ളവർക്ക് ഫോളോ ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ മറക്കാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.